ഹലോ, സാജിമൻ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ അതേ ടേസ്റ്റിൽ എങ്ങനെ ചിക്കൻ ഫ്രൈ വീട്ടിൽ തയ്യാറാക്കാം എന്ന റെസിപ്പിയാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. അതിലേക്ക് 6 പീസ് ചിക്കൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഇതുപോലെ ചിക്കൻ ഹോൾ ഇട്ട് കൊടുക്കുക. മസാലകൾ ഉള്ളിലേക്ക് പറ്റിപ്പിടിക്കാൻ വേണ്ടിയിട്ടാണ്. മഞ്ഞൾപ്പൊടി 1/2 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി 1 ടേബിൾ സ്പൂൺ, മുളക് പൊടി 1.5 ടേബിൾ സ്പൂൺ, നേരത്തെ ബ്ലെൻഡ് ചെയ്ത് വെച്ച ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. 2 കോഴിമുട്ട ഇതിലേക്ക് ഇതുപോലെ പൊട്ടിച്ചു വയ്ക്കുക. ശേഷം 3 ടേബിൾ സ്പൂൺ മൈദ, 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൊടി, 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുക്കുക. ഒരു നാരങ്ങ നീര് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഒരു വലിയ നാരങ്ങയുടെ നീര് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ശേഷം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് ചുവപ്പ് കളർ നമ്മൾ ഇട്ട് കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ചുവപ്പ് കളർ ഇട്ട് കൊടുത്താൽ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ കിട്ടുന്ന അതേ കളറിൽ കിട്ടും. ടേസ്റ്റ് എല്ലാം സെയിം ആയിരിക്കും. അടുത്ത ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുക. അത് വീഡിയോയിൽ കാണുന്നില്ല, അത് ഇട്ട് കൊടുക്കാൻ മറക്കരുത്. ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അരമണിക്കൂർ മാക്സിമം ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതിൽ കൂടുതൽ 1 മണിക്കൂറോ 2 മണിക്കൂറോ എല്ലാം വെച്ചാൽ നന്നായിരിക്കും. മാക്സിമം അരമണിക്കൂർ വെക്കുക. എന്നിട്ട് സ്റ്റൗ ഓണാക്കുക, ഓയിൽ ഒഴിക്കുക. ഓയിൽ ചൂടായി വന്നതിന് ശേഷം ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ചിക്കൻ ഇട്ടതിന് ശേഷം ഒരു 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തീ ഒന്ന് കുറച്ച് കൊടുക്കുക. എന്നിട്ട് ചിക്കൻ മറിച്ചും തിരിച്ചും ഇട്ട് കൊടുത്ത് വേവിച്ചെടുക്കുക. മാക്സിമം 15-20 മിനിറ്റ് വരെ ഈ ചിക്കൻ ഇതുപോലെ വേവണം. എന്നാലേ ഉള്ളെല്ലാം കറക്റ്റ് വേവ് ആവുകയുള്ളൂ. അപ്പോൾ ഇതുപോലെ ചിക്കൻ ഫ്രൈ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് എന്താണ് ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് വേണമെങ്കിൽ കുരുമുളക് പൊടി, അതുപോലെ മുളക് പൊടി എല്ലാം കൂടുതൽ വേണമെങ്കിൽ, നല്ല എരിവ് വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. കറിവേപ്പില, പച്ചമുളക് ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കിയെടുത്ത് ചിക്കൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. അങ്ങനെ നമ്മൾ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ഈ ചിക്കൻ പൊരിച്ചത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. സബ്സ്ക്രൈബ്, ലൈക്ക് ഒക്കെ ചെയ്യുക.